എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ഈവനിങ്. ഇപ്പോ ഡിസംബർ 2025 നെറ്റ് എക്സാം അറ്റംപ്റ്റ് ചെയ്തവരാണ്, അല്ലെങ്കിൽ ഇതിനു മുൻപുള്ള നെറ്റ് എക്സാമുകൾ ഓൾറെഡി അറ്റംപ്റ്റ് ചെയ്ത ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെറ്റ് അല്ലെങ്കിൽ JRF എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്ന ഇനി വരുന്ന നമ്മുടെ ജൂൺ 2026 അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സിലബസ് എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് വായിക്കേണ്ടത്, ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സിലബസിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററി നെറ്റ് എക്സാമിന് ആകെ 4 ഏരിയാസിൽ നിന്ന് മാത്രമേ സബ്ജക്ട് പേപ്പറിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. അതിൽ ഹിസ്റ്ററിയിൽ വരുന്നത് ഏൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, അതുപോലെ തന്നെ ഹിസ്റ്റോറിയോഗ്രഫി. ഈ 4 ഏരിയാസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഹിസ്റ്ററിയുടെ മുഴുവൻ ഏരിയയും കവറായി. നമ്മുടെ സിലബസിൽ ഈ 4 ഏരിയയിൽ നിന്നുള്ള ടോപ്പിക്സുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്കിനി സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അപ്പോ 10 യൂണിറ്റ്സ് ആണ് നമുക്ക് മൊത്തത്തിലുള്ളത്. എക്സാം നമുക്കറിയാമല്ലോ, ഇപ്പോ 2 ഷിഫ്റ്റുകളായിട്ടാണ് നമുക്ക് എക്സാം നടക്കുന്നത്. യൂഷ്വലി 2 ഷിഫ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഇപ്പം 2 ഷിഫ്റ്റിലും ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും. ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ആണെങ്കിലും പാറ്റേൺ സെയിം ആയിരിക്കും. ഈ സിലബസിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പല രീതിയിലായിട്ട് പാറ്റേണുകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ഓറിയന്റേഷൻ മാറ്റി ചോദിക്കുന്നു എന്നല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അപ്പോ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് സോഴ്സസ്. മെയിൻ ആയിട്ടും ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റില് ഈ ഏൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ സോഴ്സുകളാണുള്ളത്, അതിൽ ആർക്കിയോളജിക്കൽ സോഴ്സസ് ഉണ്ട്, ലിറ്റററി സോഴ്സസ് ഉണ്ട്, അതുപോലെ ഈ ആർക്കിയോളജിക്കലും അതുപോലെ തന്നെ ലിറ്ററേച്ചറിൽ തന്നെ സബ് ഡിവിഷൻസ് ഉണ്ട്. ഇത് ഏതൊക്കെ ടൈപ്പ് സോഴ്സസ് ആണ്, ഈ സോഴ്സസിനെ നമുക്ക് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, പിന്നെ ഈ സോഴ്സിനെ എങ്ങനെയാണ് ഹിസ്റ്റോറിക്കലി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്, പിന്നെ ഫോറിൻ അക്കൗണ്ട്സ്, നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി കോണ്ടെക്സ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഫോറിൻ സോഴ്സസ് ഏതൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് ഫസ്റ്റ് ടോപ്പിക്കിൽ വരുന്നത്. നമുക്ക് ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഹിസ്റ്ററി മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. വേൾഡ് ഹിസ്റ്ററിയിലേക്കൊന്നും സിലബസ് പോകുന്നില്ല. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് വരുന്നത് പാസ്റ്ററലിസം ആൻഡ് ഫുഡ് പ്രൊഡക്ഷൻ ആണ്. മെയിൻ ആയിട്ടും സ്റ്റോൺ ഏജ് കാലഘട്ടത്തിലെ ഹിസ്റ്ററിയാണ് ഈ ഒരു ഏരിയയിൽ ഉദ്ദേശിക്കുന്നത്. സ്റ്റോൺ ഏജ് എന്ന് പറയുമ്പോൾ പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് പീരീഡുകളും അതുകൂടാതെ ചാൽക്കോലിത്തിക് ഫീൽഡ്സിലും വരുന്ന സെറ്റിൽമെന്റ്സ്, ആളുകൾ എങ്ങനെയാണ് സെറ്റിൽ ചെയ്തത്, അവർ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് സെറ്റിൽ ചെയ്തത്, അവർ ഉപയോഗിച്ചിരുന്ന ടൂൾസിന്റെ പ്രത്യേകത എന്താണ്, പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളായാലും അല്ലെങ്കിൽ ഐഡിയാസ് ആയാലും ഉള്ള എക്സ്ചേഞ്ച് എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഇനി അതിനുശേഷം നമുക്ക് തന്നിട്ടുള്ള ടോപ്പിക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. ഈ ഒരു സിവിലൈസേഷൻ എങ്ങനെയാണ് അതിന്റെ ഒരു ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ട തിയറികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇതിന്റെ ജോഗ്രഫിക്കൽ എക്സ്റ്റെന്റ് എവിടം തൊട്ട് എവിടം വരെയാണ്, ഏതൊക്കെ പ്രദേശങ്ങളിലാണ് പ്രധാനപ്പെട്ട സൈറ്റുകൾ ഉള്ളത്, ഏതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട സൈറ്റുകൾ ഏതൊക്കെയാണ്, പിന്നെ നമ്മുടെ സെറ്റിൽമെന്റ് പാറ്റേൺ, ഈ ഹാരപ്പൻ സിവിലൈസേഷനിൽ ആളുകൾ ചെയ്തതിന്റെ സെറ്റിൽമെന്റ് പാറ്റേൺ എങ്ങനെയായിരുന്നു, അവർ ഏതൊക്കെ ക്രാഫ്റ്റുകളിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, അവരുടെ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സൊസൈറ്റി, അതുപോലെ പോളിറ്റി, ഈ ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണ്, ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഡിക്ലൈൻ എങ്ങനെയായിരുന്നു, ഈ ഒരു സിവിലൈസേഷനിലെ ഇന്റേണൽ ആയിട്ടും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടും ഉണ്ടായിരുന്ന ട്രേഡ് എങ്ങനെയാണ്, പിന്നെ ഇന്ത്യയിൽ ഈ ഒരു ഫസ്റ്റ് അർബനൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു പീരീഡ് ഡെവലപ്പ് ചെയ്ത് വന്നത് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് ഉള്ളത്. ഇനി അതിനുശേഷം വരുന്നത് വേദിക് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ് ആണ്. ഈ ഒരു പീരീഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ആര്യൻസ് ഇങ്ങോട്ട് വന്നതായിട്ട് നമുക്കറിയാം. അപ്പൊ ആര്യൻസ് ഇങ്ങോട്ട് വന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഡിബേറ്റുകളുണ്ട്. ആ ഡിബേറ്റുകൾ എന്തൊക്കെയാണ്, പിന്നെ ഈ ഒരു വേദിക് കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന രാഷ്ട്രീയവും അതുപോലെ തന്നെ സാമൂഹികവുമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ്, പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ സ്റ്റേറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, ഒരു സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റിലേക്ക്
ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന തിയറികൾ എന്തൊക്കെയാണ്, പിന്നെ ലേറ്റർ വേദിക് കാലഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും വർണ്ണ സിസ്റ്റം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്, വർണ്ണ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എങ്ങനെയാണ്, റിലീജിയസും ഫിലോസഫിക്കലുമായിട്ടും ഉള്ള ഐഡിയാസ് ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്, പിന്നീട് അയൺ ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസ് എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നത്. പിന്നെ ഇത് കൂടാതെ സൗത്ത് ഇന്ത്യയിൽ ഈ ഒരു കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്തു വന്ന മെഗാലിത്തിക് കൾച്ചർ എങ്ങനെയായിരുന്നു, അതിന്റെ സൈറ്റ് പാറ്റേൺ, സെറ്റിൽമെന്റ് പാറ്റേൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നത്. ഇനി അടുത്ത ഒരു സെക്ഷൻ വന്നിട്ടുള്ളത് സ്റ്റേറ്റ് സിസ്റ്റത്തിന്റെ എക്സ്പാൻഷൻ ആണ്. മെയിൻ ആയിട്ടും ലേറ്റർ വേദിക് കാലഘട്ടത്തിന്റെ അവസാനത്തോടുകൂടി അല്ലെങ്കിൽ അതുപോലെ തന്നെ 6th സെഞ്ചുറി കാലഘട്ടത്തിൽ നമുക്കൊരു സെക്കൻഡ് അർബനൈസേഷന്റെ ഡെവലപ്മെന്റ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് മുൻപായിട്ട് ഈ ഒരു ലേറ്റർ വേദിക് കാലഘട്ടത്തിന്റെ അവസാനം മഹാജനപദാസ് ഡെവലപ്പ് ചെയ്തു വരുന്നു. ഈ മഹാജനപദാസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോ പല പല സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ മൊണാർക്കിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റുകളുണ്ട്, റിപ്പബ്ലിക്കൻ ആയിട്ടുള്ള സ്റ്റേറ്റുകളുണ്ട്. ഈ സ്റ്റേറ്റുകളുടെ ഡിഫറൻസ് എന്താണ്, പിന്നെ ആ ഒരു സമയത്ത് അവിടെ എക്കണോമിക് ആയിട്ടും സോഷ്യൽ ആയിട്ടും ഉണ്ടായ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ്, ശരിക്കും 6th സെഞ്ചുറി BC ആയപ്പോഴേക്കും ഈ ഒരു സെക്കൻഡ് അർബനൈസേഷൻ എങ്ങനെയാണ് അവിടെ ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ പറയുന്നത്. ഇനി ഇത് കൂടാതെ ഈ ഒരു കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഹെറ്ററോഡോക്സ് സെക്റ്റുകളായിട്ടുള്ള ജൈനിസം, ബുദ്ധിസം, അജയ് വികാസ്, ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതും നമ്മൾ പഠിക്കണം. ഇനി ഇത്രയാണ് യൂണിറ്റ് 1 നമുക്ക് തന്നിട്ടുള്ളത്. ഇനി വരുന്നത് യൂണിറ്റ് 2 ആണ്. അപ്പൊ യൂണിറ്റ് 2 നമുക്ക് ഫസ്റ്റ് തന്നെ തന്നിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നും എംപയറിലേക്കുള്ള ട്രാൻസിഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ മഹാജനപദാസ് പീരീഡിൽ അല്ലെങ്കിൽ 6th സെഞ്ചുറി BC കാലഘട്ടത്തില് പല പല സ്റ്റേറ്റുകൾ ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ സ്റ്റേറ്റുകളെ എല്ലാം കൂടെ ചേർത്ത് പിന്നീട് ഒരു എംപയർ ആയിട്ടുള്ള ട്രാൻസിഷൻ ആണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ മെയിൻ ആയിട്ടും മഗധ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഒരു റൈസ്, പിന്നെ അലക്സാണ്ടറിന്റെ നേതൃത്വത്തിൽ വരുന്ന ഗ്രീക്ക് ഇൻവേഷന്, പിന്നീട് മൗര്യൻ എംപയറിന്റെ എസ്റ്റാബ്ലിഷ്മെന്റും അതിന്റെ എക്സ്പാൻഷന്, പിന്നെ മൗര്യൻ കാലഘട്ടത്തിലെ പോളിറ്റി, സൊസൈറ്റി, ഇക്കോണമി, പിന്നെ മൗര്യൻ എംപയറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളർ ആയിട്ടുള്ള അശോകയുടെ ധമ്മ പോളിസി, അതിന്റെ പ്രത്യേകതകള്, പിന്നീട് മൗര്യൻ എംപയറിന്റെ ഡിക്ലൈനും അതുപോലെ തന്നെ ഡിസന്റഗ്രേഷനും, മൗര്യൻ കാലഘട്ടത്തിലെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, പിന്നെ അശോകൻ ഈഡിക്റ്റുകളുടെ പ്രത്യേകതകൾ, അത് ഏതൊക്കെ സൈറ്റിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, ഓരോ സൈറ്റിൽ നിന്നും ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഈഡിക്റ്റുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് എംപയറിന്റെ ഒരു അസന്തുലിതാവസ്ഥയാണ് അവിടെ ഉള്ളത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ പല പല റീജിയണൽ പവേഴ്സ് എമേർജ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന റീജിയണൽ പവേഴ്സ് ആണ് ഇൻഡോ ഗ്രീക്സ്, സുങ്കാസ്, ശതവാഹനാസ്, കുഷാൻസ്, ശാക ക്ഷത്രപാസ്, ഇവരൊക്കെ. അപ്പൊ ഇവരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ പോസ്റ്റ് മൗര്യൻ കാലഘട്ടത്തിലായിട്ട് നോക്കണം. പിന്നെ അതോടൊപ്പം തന്നെ സൗത്ത് ഇന്ത്യയെ കേന്ദ്രീകരിച്ച് സംഘം ലിറ്ററേച്ചർ അതുപോലെ സംഘ കാലഘട്ടത്തിൽ വരുന്ന പോളിറ്റി, സൊസൈറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് സംഘം ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു കാലഘട്ടത്തെ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി അത് കൂടാതെ 2nd സെഞ്ചുറി BC തൊട്ട് 3rd സെഞ്ചുറി CE വരെയുള്ള കാലഘട്ടത്തിലെ ട്രേഡും കൊമേഴ്സും എങ്ങനെയായിരുന്നു, മെയിൻ ആയിട്ടും റോമൻ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ട്രേഡ് എങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞ പോലെ തന്നെ ബുദ്ധിസം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ തന്നെ മഹായാന ബുദ്ധിസത്തിന്റെ വരവ് എങ്ങനെയായിരുന്നു, ഖരവേലയും ജൈനിസവുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ്, പിന്നെ ഈ പോസ്റ്റ് മൗര്യൻ കാലഘട്ടത്തിലെ ആർട്ടും ആർക്കിടെക്ചറിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, മെയിൻ ആയിട്ട് ഗാന്ധാര, മധുര, അമരാവതി സ്കൂളുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. അതിനുശേഷം പോസ്റ്റ് മൗര്യൻ കാലഘട്ടത്തിന് ശേഷം നമുക്ക് ഗുപ്ത എംപയറിന്റെ എമർജൻസ് കാണാൻ സാധിക്കും. അപ്പൊ അടുത്ത ടോപ്പിക്കിൽ നമ്മൾ ഗുപ്ത വാഗാതക കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ
അറിഞ്ഞിരിക്കണം. അപ്പൊ ഗുപ്താസ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലും വാകാതകാസ് എന്ന് പറയുന്ന സെൻട്രൽ ഇന്ത്യ അല്ലെങ്കിൽ ഡെക്കാൻ ഏരിയയിലും ഡെവലപ്പ് ചെയ്ത് വന്ന രണ്ട് ഡയനാസ്റ്റീസ് ആണ്. അപ്പൊ അവരുടെ പോളിറ്റി എങ്ങനെയായിരുന്നു, സൊസൈറ്റി, അതുപോലെ അഗ്രികൾച്ചർ, മെയിൻ ആയിട്ട് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത ലാൻഡ് ഗ്രാന്റുകളാണ്, അതെങ്ങനെയായിരുന്നു, പിന്നെ അവരുടെ കോയിൻസ്, ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു, പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ പുരാണിക് ഹിന്ദുയിസം എന്ന് പറയുന്നത് എമേർജ് ചെയ്ത് വന്നത് എങ്ങനെയാണ്, പിന്നെ സാൻസ്ക്രിറ്റ് ലാംഗ്വേജും ലിറ്ററേച്ചറും ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണ്, ഈ ഒരു കാലഘട്ടത്തിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലും അസ്ട്രോണമിയിലും മാത്തമെറ്റിക്സിലും അതുപോലെ തന്നെ മെഡിസിനിലും ഉണ്ടായ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഇനി അതിനുശേഷം പോസ്റ്റ് ഗുപ്ത പീരീഡ്, അതായത് ഹർഷവർദ്ധന എന്ന് പറയുന്ന റൂളറിന്റെ കാലഘട്ടം, ആ ഒരു സമയത്തെ അഡ്മിനിസ്ട്രേഷൻ, റിലീജിയൻ, പിന്നെ അതുകൂടാതെ ആന്ധ്രാദേശ് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് തെലങ്കാന റീജിയണിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സലങ്കേനാസും വിഷ്ണുകുണ്ടിൻസ്, ഈ രണ്ട് ഡയനാസ്റ്റീസിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 2 മെയിൻ ആയിട്ട് പറയാനായിട്ട് ഉള്ളത്. ഇനി അടുത്ത വരുന്നത് യൂണിറ്റ് 3 ആണ്. നമുക്ക് തന്നിട്ടുള്ള ടോട്ടൽ സിലബസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. ഈ 10 യൂണിറ്റ്സിൽ ഏറ്റവും വലിയ യൂണിറ്റ് ആണ് യൂണിറ്റ് 3 എന്ന് പറയുന്നത്. നമുക്ക് മെയിൻ ആയിട്ടും ഏർലി മിഡീവൽ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 3 എന്ന് പറയുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ റീജിയണൽ കിങ്ഡംസിന്റെ എമർജൻസ് ആണ് നോക്കുന്നത്. അതായത് ഈ ഗുപ്ത എംപയറിന്റെ ഡിക്ലൈനു ശേഷവും അതുപോലെ തന്നെ പോസ്റ്റ് ഗുപ്ത പീരീഡിൽ ഹർഷവർദ്ധനയുടെ ഒക്കെ കാലഘട്ടത്തിന് ശേഷം വന്ന റീജിയണൽ കിങ്ഡംസ്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഡെവലപ്പ് ചെയ്തു വന്ന എല്ലാ റീജിയണൽ കിങ്ഡംസിനെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതിൽ തന്നെ ഡെക്കാനിൽ വന്നിട്ടുള്ള ഗംഗാസ്, കടമ്പാസ്, വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ചാലുക്യാസ്, രാഷ്ട്രകൂടാസ്, കല്യാണി ചാലുക്യാസ്, കാകതീയാസ്, ഹൊയ്സാലാസ്, യാദവാസ്, ഇവരെയൊക്കെ നമ്മൾ ഡെക്കാൻ കേന്ദ്രമാക്കി ഉണ്ടായിരുന്ന ഈ ഒരു കിങ്ഡംസിനെ എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. ഇനി അടുത്ത് വരുന്നത് സൗത്ത് ഇന്ത്യയിൽ പല്ലവാസ്, ചേരാസ്, ചോളാസ് ആൻഡ് പാണ്ഡ്യാസ് ആണ്. ഈസ്റ്റേൺ ഇന്ത്യയിൽ പാലാസ്, സേനാസ് ഓഫ് ബംഗാൾ, വർമനാസ് ഓഫ് കാമരൂപ, ഭൗമകരാസ് ആൻഡ് സോമവംശീസ് ഓഫ് ഒഡീഷ. ഇനി വെസ്റ്റേൺ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ മൈത്രകാസ് ഓഫ് വല്ലഭി, ചാലുക്യാസ് ഓഫ് ഗുജറാത്ത്. ഇത്രയും ഇതാണ് ഈ ഒരു നോർത്ത് ഇന്ത്യൻ, സെൻട്രൽ ഇന്ത്യൻ പോർഷൻസിലായിട്ട് വരുന്നത്. പിന്നെ സൗത്ത് ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ ഭാഗത്തായിട്ട് വരുന്നത്. ഈ നോർത്ത് ഇന്ത്യയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഗുജാര പ്രതിഹാരാസ്, കാലാചോരി ചേഡീസ്, അതുപോലെ തന്നെ ഗഹത് വാലാസും പരമരാസും, ഇത്രയും കിങ്ഡംസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടും ഈ ഒരു ഏരിയയിൽ നോക്കേണ്ടത്. ഇനി ഏർലി മിഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ധാരാളം പ്രത്യേകതകളുള്ള ഒരുപാട് ട്രാൻസിഷൻസ് സംഭവിച്ചിട്ടുള്ള ഒരു പീരീഡ് ആണ്. അപ്പോൾ ഏർലി മിഡീവൽ ഇന്ത്യയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മെയിൻ ആയിട്ടും അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു കാലഘട്ടത്തിലെ അഗ്രേറിയൻ ഇക്കോണമി എങ്ങനെയായിരുന്നു? അതായത് ലാൻഡ് ഗ്രാന്റ് എങ്ങനെയായിരുന്നു? പ്രൊഡക്ഷൻ സിസ്റ്റം എങ്ങനെയായിരുന്നു? പിന്നെ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റ്സ് എങ്ങനെയാണ്? പെസൻസുമായിട്ടുള്ള ആ ഒരു റിലേഷൻ എങ്ങനെയാണ്? ടാക്സേഷൻ, കോയിൻസ്, അതുപോലെ തന്നെ കറൻസി സിസ്റ്റം, ഇതൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അതുകൂടാതെ ഏർലി മെഡീവൽ കാലഘട്ടത്തിലുള്ള ട്രേഡിന്റെ ഒരു രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ട്രേഡിന്റെ പാറ്റേൺ എങ്ങനെയാണ്? അതുമായിട്ട് ബന്ധപ്പെട്ട വന്ന അർബൻ സെറ്റിൽമെന്റ്സ് ഏതൊക്കെയാണ്? ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പോർട്ടുകളും അതുപോലെ തന്നെ ട്രേഡ് റൂട്ടുകളും ഏതൊക്കെയാണ്? പിന്നെ ട്രേഡ് ഗിൽഡുകളുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്? സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായിട്ടുള്ള ട്രേഡ് റിലേഷൻ എങ്ങനെയായിരുന്നു? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ ഒരു കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ബ്രാഹ്മണിക്കൽ റിലീജിയൻസിന്റെ ഗ്രോത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്ലൈഡ് കാണാൻ പറ്റുന്നില്ലേ? എല്ലാവർക്കും ആ ഇഷ്യൂ ഉണ്ടോ? എല്ലാവർക്കും സ്ലൈഡ് കാണാൻ പറ്റാത്ത ഇഷ്യൂ ഉണ്ടോ? ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോ
ഈ ഒരു കാലഘട്ടത്തിൽ ബ്രാഹ്മണിക്കൽ റിലീജിയൻസിന്റെ ഗ്രോത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് മെയിൻ ആയിട്ടും വൈഷ്ണവിസം, ശൈവിസം പോലുള്ള റിലീജിയൻസും ഡെവലപ്പ് ചെയ്ത് ഈ ഒരു കാലഘട്ടത്തിലാണ്. പിന്നെ അത് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ടെമ്പിൾ ആർക്കിടെക്ചറിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, റീജിയണൽ ആയിട്ടുള്ള സ്റ്റൈലുകൾ വന്നിട്ടുണ്ട്, ധാന, തീർത്ഥ, ഭക്തി പോലുള്ള കൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ടും തമിഴ് ഭക്തി മൂവ്മെന്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ശങ്കരാചാര്യ, മാധവ, രാമാനുചാര്യ പോലുള്ള ആളുകളുടെ ഒക്കെ നേതൃത്വത്തിൽ വരുന്ന തമിഴ് ഭക്തി മൂവ്മെന്റും ഈ കാലഘട്ടത്തിൽ. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നോക്കാനായിട്ടുള്ളത്. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സൊസൈറ്റിയിലുള്ള വർണ്ണ, ജാതി, അതുപോലെ കാസ്റ്റ് സിസ്റ്റം ഒക്കെ എങ്ങനെയായിരുന്നു, സ്ത്രീകളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്, ഈ ഒരു കാലഘട്ടത്തിൽ മാരേജ്, പ്രോപ്പർട്ടി, ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻ എങ്ങനെയാണ് വരുന്നത്, പിന്നെ ട്രൈബ്സ്, ഈ ഒരു ഗുപ്ത കാലഘട്ടത്തിലൊക്കെ ധാരാളം ട്രൈബ്സിന്റെ എൻട്രി സൊസൈറ്റിയിലേക്ക് ഉണ്ടായിരുന്നു. അവര് പിന്നീട് എങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ സിസ്റ്റത്തിലേക്ക് ലിങ്ക് ആയി വന്നത്, പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തു വന്ന അൺടച്ചബിലിറ്റി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സൊസൈറ്റിയിൽ വരുന്നത്. ഇനി അടുത്തത് ഈ ഒരു കാലഘട്ടത്തിന്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. മെയിൻ ആയിട്ടും ഈ കാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തു വരുന്നത് അഗ്രഹാരാസ്, മഠാസ്, അതുപോലെ മഹാവികാരാസ് ഒക്കെ ആയിട്ടാണ്. പിന്നെ മാത്രമല്ല റീജിയണൽ ലാംഗ്വേജസ് ഡെവലപ്പ് ചെയ്ത ഒരു കാലഘട്ടം കൂടെയാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഏർലി മിഡീവൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഏർലി മിഡീവൽ ഇന്ത്യയിൽ ഫോം ചെയ്ത സ്റ്റേറ്റ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഡിബേറ്റുകളുണ്ട്. അതായത് ധാരാളം ടൈപ്പ് സ്റ്റേറ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല പല തിയറീസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട തിയറികളാണ് ഫ്യൂഡൽ മോഡല്, അതുപോലെ തന്നെ സെഗ്മെന്ററി മോഡല്, ഇന്റർഗേറ്റീവ് മോഡല് എന്നൊക്കെ പറയുന്നത്. ഈ മോഡലുകളുടെ എല്ലാം പ്രത്യേകത, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഓരോ സ്റ്റേറ്റുകൾക്ക് ഇത്തരം മോഡൽ നെയിംസ് കൊടുക്കാനുള്ള റീസൺ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. മാത്രമല്ല ഈ തിയറീസിന്റെ ഒക്കെ പ്രധാനപ്പെട്ട പ്രൊപ്പൗണ്ടേഴ്സ് ആരൊക്കെയാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത് വരുന്ന അറബ് കോണ്ടാക്ട്സ് ആണ്. അതായത് ഗസ്നി, മുഹമ്മദ് ഗസ്നിയുടെ കോൺകസ്റ്റുകള്, അൽബറൂണി എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന അറബ് കോൺകസ്റ്റുകളുടെ ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങളോട് കൂടിയിട്ട് നമ്മുടെ യൂണിറ്റ് 3 അവസാനിക്കുന്നത്. അപ്പം വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 4 എന്ന് പറയുന്നത്. ഇനി ശരിക്കും ഗസ്നി പീരീഡ്, അതുപോലെ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന മഹ്മൂദ് ഗോറി ആണെങ്കിലും മഹ്മൂദ് ഗസ്നി, മുഹമ്മദ് ഗോറിയും, ഗോറിയുടെ കാലഘട്ടം ആയപ്പോഴേക്കും അല്ലെങ്കിൽ ഗോറിയുടെ കോൺകസ്റ്റോട് കൂടിയിട്ട് ശരിക്കും മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന പീരീഡ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ യൂണിറ്റ് 4 നോക്കുന്നത് മെയിൻ ആയിട്ട് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഈ മിഡീവൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട സോഴ്സസ് എന്തൊക്കെയാണ്, ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്തൊക്കെയാണ്, എപ്പിഗ്രാഫിക് സോഴ്സുകൾ എന്തൊക്കെയാണ്, ന്യൂമിസ്മാറ്റിക് സോഴ്സുകൾ, അതുപോലെ തന്നെ ലിറ്റററി ആയിട്ടുള്ള സോഴ്സുകൾ, ഇതൊക്കെ ഏതൊക്കെ ഈ ഓരോ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് മിഡീവൽ ഇന്ത്യയിലെ ഓരോ ഡൈനാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി പൊളിറ്റിക്കൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ഒരു എംപയറിന്റെ എമർജൻസ് എങ്ങനെയായിരുന്നു, ഗോറി, അതുപോലെ തന്നെ ടർക്സ്, ഖൽജീസ്, തുഗ്ലക്ക്, സയ്യിദ്, ലോധി, ഈ ഒരു ഡയനാസ്റ്റീസിന്റെ എല്ലാ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫൈനലി ഡൽഹി സുൽത്താനേറ്റിന്റെ ഡിക്ലൈൻ എങ്ങനെയായിരുന്നു എന്നും അറിഞ്ഞിരിക്കണം. ഇനി അതിനുശേഷം വരുന്ന മുഗൾ എംപയർ, ബാബറിൽ തുടങ്ങി ഹുമയൂണിന് ശേഷം പിന്നെ സുർ ഡയനാസ്റ്റി വന്നു. അതിനുശേഷം അക്ബർ തൊട്ട് ഔറംഗസീബ് വരെയുള്ള പീരീഡിലുള്ള എംപയറിന്റെ എക്സ്പാൻഷനും അതുപോലെ തന്നെ കൺസോളിഡേഷനും എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഫൈനലി ഈ മുഗൾ എംപയർ എങ്ങനെയാണ് ഡിക്ലൈൻ ചെയ്തതെന്നും അറിയണം. ഈ മുഗൾ എംപയറിൽ ഔറംഗസീബ് എന്ന് പറയുന്ന ഗ്രേറ്റർ മുഗൾസ് എന്ന് പറയുന്ന കാലഘട്ടത്തിന് ശേഷം ലേറ്റർ മുഗൾസ് എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട്. കുറച്ചധികം റൂളേഴ്സ് ഉണ്ട്. ആ റൂളേഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം. അതിനുശേഷം ഈ മുഗൾ എംപയറിന്റെ ഫൈനൽ ഡിക്ലൈൻ എങ്ങനെയായിരുന്നു എന്നുള്ളതും അറിയണം. പിന്നെ ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ള റീജിയണൽ കിങ്ഡം ആണ് വിജയനഗര എംപയറും അതുപോലെ തന്നെ ബാഹ്മിനി സുൽത്താൻസും. അപ്പം ഈ
ഒരു രണ്ട് കിങ്ഡംസുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. ഫൈനലി ഇവരുടെ ഡിക്ലൈന്, ബാഹ്മിനി കിങ്ഡത്തിന്റെ ഒക്കെ ഡിക്ലൈനു ശേഷം ഡെക്കാൻ സുൽത്താനേറ്റ് എന്ന് പറയുന്ന ബിജപ്പൂർ, ഗോൾക്കൊണ്ട, ബിഡാർ, ബേരാർ, അഹമ്മദ് നഗർ പോലുള്ള സ്റ്റേറ്റുകളെല്ലാം കൂടെ ചേർന്നിട്ട് ഡെക്കാൻ സുൽത്താനേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും കൂടെ എമർജ് ചെയ്ത് വരുന്നത്. അപ്പൊ ഈ വിജയനഗര, ബാഹ്മിനി, ഡെക്കാൻ സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവരുടെ ഒരു പവർ എങ്ങനെയായിരുന്നു, പിന്നീട് അവരുടെ ഡിസന്റഗ്രേഷൻ എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ ഈസ്റ്റേൺ ഗംഗാസ്, സൂര്യവംശി, ഗജപതീസ്, ഈ രണ്ട് ഡൈനാസ്റ്റീസിനെ പറ്റിയിട്ടും അറിഞ്ഞിരിക്കണം. ഇനി മുഗൾ കാലഘട്ടത്തിൽ വന്ന ഒരു റീജിയണൽ പവറാണ് മറാത്താസ് എന്ന് പറയുന്നത്. ശിവജിയുടെ നേതൃത്വത്തിലാണ് മറാത്താസ് വരുന്നത്. അപ്പൊ മറാത്താസിന്റെ കാലഘട്ടത്തിൽ അവരുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, പെഷ്വാസ് എന്ന് പറഞ്ഞാൽ ആരാണ്, അവരുടെ ഈ ഒരു കിങ്ഡത്തിനെ സംബന്ധിച്ചിടത്തോളം പെഷ്വാസിന്റെ റോൾ എന്താണ്, മുഗൾസും മറാത്താസും തമ്മിലുണ്ടായിരുന്ന റിലേഷൻ എങ്ങനെയാണ്, പിന്നീട് മറാത്ത ഒരു കോൺഫെഡറസി ആയിട്ട് മാറുന്നത് എങ്ങനെയാണ്, പിന്നെ മറാത്താസിന്റെ ഡിക്ലൈൻ ഫൈനലി എങ്ങനെയാണ് സംഭവിച്ചത്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളോടുകൂടി നമ്മുടെ യൂണിറ്റ് 4 അവസാനിക്കും. അതിനുശേഷം വരുന്ന യൂണിറ്റ് 5 ആണ്. യൂണിറ്റ് 5ലേക്ക് വരുമ്പോൾ നമ്മളിപ്പം ഒരു ഡൽഹി സുൽത്താനേറ്റിന്റെ ആണെങ്കിലും മുഗൾസിന്റെ ആണെങ്കിലും വിജയനഗര ബാഹ്മിനി കിങ്ഡത്തിന്റെ ഒക്കെ ആണെങ്കിലും പൊളിറ്റിക്കൽ സൈഡ് മാത്രമേ നമ്മൾ യൂണിറ്റ് 4 നോക്കിയുള്ളൂ. അതിന്റെ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ്, ഇക്കോണമിക്, അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും നമ്മൾ അനലൈസ് ചെയ്യുന്നത് യൂണിറ്റ് 5ലാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സുൽത്താനേറ്റ് കാലഘട്ടത്തിലുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷൻ, സ്റ്റേറ്റിന്റെ ഒരു നേച്ചർ എങ്ങനെയാണ്, അതായത് തിയോക്രാറ്റിക്കും തിയോസെൻട്രിക്കും ആണെന്നുള്ള ഐഡിയാസ്. ഈ തിയോസെൻട്രിക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, സെൻട്രൽ അതുപോലെ പ്രൊവിൻഷ്യലും ലോക്കൽ അഡ്മിനിസ്ട്രേഷനും ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ്, ലോ ഓഫ് സക്സഷൻ, ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ റൂളേഴ്സ് വരുന്ന എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. ഇനി അടുത്തത് വരുന്നത് ഷേർഷായുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആണ്. അതായത് മുഗൾ കാലഘട്ടത്തില് ഹുമയൂണിന് ശേഷം വരുന്ന സുർ ഡൈനാസ്റ്റിയുടെ നല്ല പ്രധാനപ്പെട്ട റൂളറാണ് ഷേർഷാ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, മുഗൾ കാലഘട്ടത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ, അത് സെൻട്രൽ ആണെങ്കിലും പ്രൊവിൻഷ്യൽ ആണെങ്കിലും ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും എങ്ങനെയാണെന്ന് അറിയണം. പിന്നെ മാൻസബ്ദാരി, ജാഗൃദാരി സിസ്റ്റംസ് എങ്ങനെയൊക്കെയാണെന്നോ എന്തൊക്കെയാണെന്നോ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഡെക്കാനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വിജയനഗര അതുപോലെ ബാഹ്മിനി കിങ്ഡത്തിൽ അവരുടെ പോളിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെയായിരുന്നു എന്നും മറാത്ത അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന അഷ്ടപ്രധാനം എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ ഡൽഹി സുൽത്താനേറ്റും മുഗൾസും അവരുടെ ഈ ഒരു അതിർത്തി പ്രദേശങ്ങളും ഫ്രോണ്ടിയർ ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ട് അവർ സ്വീകരിച്ചിട്ടുള്ള പോളിസീസ് എന്തൊക്കെയാണ്, ഈ ഇന്ത്യയും നെയ്ബറിംഗ് കൺട്രീസുമായിട്ട് ഡൽഹി സുൽത്താനേറ്റ് മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബന്ധം, നമ്മുടെ നെയ്ബേഴ്സ് ആരൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ, അവരുമായിട്ട് എങ്ങനെയാണ് സുൽത്താനേറ്റ് കാലഘട്ടത്തിലുള്ള റൂളേഴ്സും മുഗൾ കാലഘട്ടത്തിലുള്ള റൂളേഴ്സും ഒരു ബന്ധം കീപ്പ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷന്, ഇറിഗേഷൻ, ഇക്കോണമി, പിന്നെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങള്, ഗ്രാന്റുകള്, ലോണുകള്, അർബനൈസേഷൻ, സിറ്റി ടൗണുകളുടെ ഒക്കെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, പോപ്പുലേഷന്റെ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. പലതരം ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. കോട്ടൺ ടെക്സ്റ്റൈൽസ്, ഹാൻഡിക്രാഫ്റ്റുകള്, പിന്നെ അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രികള്, ഫാക്ടറികള്, ഇതൊക്കെ എങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വലിയ വലിയ എംപയറുകളുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഒരു മേജർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ട്രേഡ് ആൻഡ് കൊമേഴ്സിലൂടെയാണ്. അപ്പൊ ഈ ട്രേഡ് ആൻഡ് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ട്രേഡ് എങ്ങനെയാണ് നടന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന സ്റ്റേറ്റിന്റെ പോളിസീസ് എന്തൊക്കെയായിരുന്നു, യൂറോപ്യൻസുമായിട്ടുണ്ടായിരുന്ന ട്രേഡ് എങ്ങനെയായിരുന്നു, പ്രധാനപ്പെട്ട ട്രേഡ് സെന്ററുകളും പോർട്ടുകളും ഒക്കെ എവിടെയൊക്കെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം. പിന്നെ അതോടൊപ്പം തന്നെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഹുണ്ടി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, ഇൻഷുറൻസ്, സ്റ്റേറ്റിലെ ഇൻകവും എക്സ്പെൻഡിച്ചറും എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യപ്പെടുന്നത്, പിന്നെ കറൻസി, അവിടുത്തെ കോയിൻ മിന്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം എങ്ങനെയായിരുന്നു. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ നോർമലി എല്ലാ കാലഘട്ടത്തിലെയും പോലെ നടന്ന പെസൻസിന്റെ റിവോൾട്ടുകളും അതുപോലെ തന്നെ ഫാമിൻസും എന്തൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഉണ്ടായതെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പറയാനായിട്ടുള്ളത്.
ഇനി അടുത്ത് വരുന്നത് യൂണിറ്റ് 6 ആണ്. ഈ യൂണിറ്റ് 6 മെയിൻ ആയിട്ടും സൂഫി ഭക്തി മൂവ്മെന്റുമായിട്ട് അതുപോലെ തന്നെ സിഖ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് ആണ്. ആ ഒരു കാലഘട്ടത്തിലെ സോഷ്യൽ ഓർഗനൈസേഷൻ എങ്ങനെയായിരുന്നു, സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ സൂഫി അവരുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്, പ്രധാനപ്പെട്ട സൂഫി ലീഡേഴ്സ് ആരൊക്കെയാണ്, അവരുടെ ഏത് ഏരിയയിലായിരുന്നു അവരുടെ സെന്റർ ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഇവരുടെ ആക്ടിവിറ്റീസിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഇനി അടുത്തത് ഭക്തി മൂവ്മെന്റ് ആണ്. ഭക്തി മൂവ്മെന്റിൽ തന്നെ ശൈവിസം, വൈഷ്ണവിസം, ശക്തിസം ഇങ്ങനെ 3 സെക്ഷൻസ് ഉണ്ട്. ഈ 3 സെക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഭക്തി സെയിന്റുകൾ ആരൊക്കെയാണ്, ഈ അങ്ങനെ ഓരോ ഭക്തി സെയിന്റുകളും മുന്നോട്ട് വെച്ചിട്ടുള്ള ഐഡിയാസ് എന്തൊക്കെയാണ്, റീജിയണൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ, ഈ ഭക്തി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ റീജൺസിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഓരോ റീജിയൺ സ്പെസിഫിക് ആയിട്ട് വന്നിട്ടുള്ള ഭക്തി മൂവ്മെന്റുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഇങ്ങനെ ഈ ഭക്തി, സൂഫി, സിഖ് മൂവ്മെന്റ് ഉണ്ടായിരുന്ന ഇങ്ങനെ ഒരു മിഡീവൽ കാലഘട്ടത്തില് ഓരോ നോർത്തിലും സൗത്തിലും ഉണ്ടായ വ്യത്യാസങ്ങൾ, നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടായത്, അത് സോഷ്യൽ ആണെങ്കിലും പൊളിറ്റിക്കൽ ആണെങ്കിലും റിലീജിയസ് ലൈഫിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്, പിന്നെ മിഡീവൽ കാലഘട്ടത്തിൽ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്ത്രീകളായിട്ടുള്ള സെയിന്റുകൾ ആരൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത പ്രധാനപ്പെട്ട മൂവ്മെന്റ് സിഖ് മൂവ്മെന്റ് ആണ്. ഗുരു നാനാക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മൂവ്മെന്റ് ആണ് സിഖ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ്, പ്രാക്ടീസുകൾ, പിന്നെ ആദി ഗ്രന്ഥ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റ് എന്താണ്, ഖൽസ എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ ഈ സിഖ് മൂവ്മെന്റിൽ വരുന്ന ഗുരു നാനാക്കിനെ കൂടാതെ വരുന്ന മറ്റ് 9 സിഖ് ഗുരുക്കന്മാർ ആരൊക്കെയാണ്, അവരുടെ പീരീഡിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നീട് ഈ ഒരു ലീഡേഴ്സിനെ മാറിയിട്ട് സിഖ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗുരുസ് അല്ലാതെ പ്രധാനപ്പെട്ട സിഖ് ലീഡേഴ്സ് ആരൊക്കെയാണ് വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഈ ഒരു കാലഘട്ടത്തിലെ സൊസൈറ്റി എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ സ്ത്രീകളുടെ ഒരു പൊസിഷൻ എങ്ങനെയാണ്, ഈ കാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, പിന്നെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഇവിടെ ഈ ഒരു കാലഘട്ടം ആയപ്പോഴേക്കും പെയിന്റിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല പല സ്കൂളുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മുഗൾ പെയിന്റിംഗ് ഉണ്ട്, രാജസ്ഥാനി പെയിന്റിങ്, പഹാരി, ഗർഹ്വാലി, ഇങ്ങനെ പല സ്കൂൾസ് ഓഫ് പെയിന്റിംഗ് ഉണ്ട്. ഇതിന്റെ ഒക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പിന്നെ മ്യൂസിക്കിന്റെ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമുക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ ഉണ്ടാവണം. ഇനി അതുപോലെ തന്നെ രജപുട്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു നമ്മൾ ഏർലി മിഡീവൽ കാലഘട്ടത്തിൽ രജപുട്സിനെ ഒരു എമർജൻസ് കാണുന്നുണ്ട്. അപ്പോ ആ ഒരു രജപുട്സുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു സൊസൈറ്റി എങ്ങനെയായിരുന്നു, അവരുടെ ഒരു കൾച്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി ഈ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ ഒരു ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ മുഗൾ കാലഘട്ടത്തിലെ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ ഇതേ സമയത്ത് റീജിയണൽ ആയിട്ട് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ള സ്റ്റൈൽസിനെ പറ്റിയിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിന്റെ പ്രത്യേകതകളെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കൺസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്നും അറിഞ്ഞിരിക്കണം. അതിൽ ഇൻഡോ അറബിക് ആർക്കിടെക്ചർ, മുഗൾ കാലഘട്ടത്തിൽ വരുന്ന ഗാർഡൻസിന്റെ പ്രത്യേകത, മറാത്ത കാലഘട്ടത്തിലെ ഫോർട്ടുകളുടെ പ്രത്യേകത, പിന്നെ ടെമ്പിൾസ്, ഇങ്ങനെയുള്ളതിന്റെ ഒക്കെ ഈ പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻസ് ഏതൊക്കെയാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് വരുന്നത് യൂണിറ്റ് 7 ആണ്. യൂണിറ്റ് 7-നകത്ത് മെയിൻ ആയിട്ടും നമ്മുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആണ് പറയുന്നത്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്ന യൂണിറ്റ് 7 കൂടിയിട്ടാണ്. ആദ്യം തന്നെ നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട സോഴ്സസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിൽ ആർക്കൈവൽ സോഴ്സസ്, അതായത് ഒറിജിനൽ ആയിട്ടുള്ള ആർക്കൈവ്സിൽ സൂക്ഷിക്കുന്ന ഡോക്യുമെന്റ്സ്, അങ്ങനെയുള്ള ആർക്കൈവൽ മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ ബയോഗ്രഫീസ്, ആളുകളുടെ ബയോഗ്രഫീസ് ഉണ്ട്, ന്യൂസ് പേപ്പർ ഉണ്ട്, അതുപോലെ ലിറ്ററേച്ചർ, പെയിന്റിങ്, മോണുമെന്റ്സ്, കോയിൻസ്, അങ്ങനെ ധാരാളം സോഴ്സസ് ഉണ്ട്. ഈ സോഴ്സസ് ഒക്കെ എവിടുന്ന് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പവറിന്റെ എമർജൻസ് ആണ്. അതായത് 16th 18th സെഞ്ചുറി കാലഘട്ടത്തിൽ ധാരാളം യൂറോപ്യൻ ട്രേഡേഴ്സ് ഇങ്ങോട്ട് വന്നു. അതിൽ പോർച്ചുഗീസ് ഉണ്ട്, ഡച്ച് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, ബ്രിട്ടീഷ് ഉണ്ട്. ഇതിൽ ബ്രിട്ടീഷുകാരെ എങ്ങനെയാണ് പവർഫുൾ ആയിട്ട് മാറിയത്, അതുപോലെ തന്നെ പിന്നീട് അവര് ഇവിടെ ഒരു എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ബ്രിട്ടീഷ് ഡൊമീനിയൻ ഇന്ത്യയിൽ എക്സ്പാൻഡ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ആ ഒരു സമയത്ത് ധാരാളം
ധാരാളം റീജിയണൽ ആയിട്ടുള്ള പവേഴ്സ് ഉണ്ടായിരുന്നു. ബംഗാള്, ഔധ്, ഹൈദരാബാദ്, മൈസൂർ, കർണാട്ടിക്, പഞ്ചാബ്, അങ്ങനെ ഈ പറയുന്ന റീജിയണൽ സ്റ്റേറ്റ്സുമായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ ബന്ധം എങ്ങനെയായിരുന്നു, പതിയെ പതിയെ എങ്ങനെയാണ് ഈ റീജിയണൽ സ്റ്റേറ്റ്സിനെ എല്ലാം തന്നെ ബ്രിട്ടീഷ് പവറിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് എംപയറിന്റെ ഉള്ളിലേക്ക് അവർ ആഡ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക് റിവോൾട്ട് ഓഫ് 1857 ആണ്. 1857 നടന്ന റിവോൾട്ട്. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ ഈ ഒരു റിവോൾട്ടിന്റെ സ്വഭാവം എന്താണ്, ഈ റിവോൾട്ട് കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്കിവിടെ ഉണ്ടായത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഈ ഇതോടുകൂടി കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ അവസാനിച്ച് ക്രൗണിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു, അതോടുകൂടി എങ്ങനെയാണ് ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിൽ തന്നെ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടായെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനു മുൻപുണ്ടായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഒരു സെൻട്രലും പ്രൊവിൻഷ്യലുമായിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇത് കൂടാതെ സിവിൽ സർവീസ്, ജുഡീഷ്യറി, പോലീസ്, ആർമി, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ കമ്പനിയുടെ കാലഘട്ടത്തിലും അതുപോലെ തന്നെ പിന്നീട് ബ്രിട്ടീഷ് ക്രൗൺ ആയപ്പോഴും ഉണ്ടായ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എങ്ങനെയാണെന്നുള്ളത് നോട്ട് ചെയ്യണം. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് 1909 മുതൽ 1935 വരെയുള്ള പീരീഡിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ചേഞ്ചസ്, പ്രധാനമായിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി ഇത് കൂടാതെ ഇതിനു മുൻപും ധാരാളം ആക്ടുകൾ വന്നിട്ടുണ്ട്, അതെല്ലാം നമ്മൾ നോട്ട് ചെയ്യണം. ഇനി അടുത്തത് വരുന്നത് യൂണിറ്റ് 8 ആണ്. യൂണിറ്റ് 8 മെയിൻ ആയിട്ടും ഈ ബ്രിട്ടീഷ് എംപയറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിലും സൊസൈറ്റിയിലും ഒക്കെ വന്ന മെയിൻ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ കൊളോണിയൽ ഇക്കോണമി വന്നതോടുകൂടി ഇവിടെ നമ്മുടെ ട്രേഡിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ, അതിന്റെ ഡയറക്ഷനിൽ വന്ന വ്യത്യാസം, വോളിയത്തിൽ വന്ന വ്യത്യാസം, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ അഗ്രികൾച്ചറിൽ കൊമേഴ്ഷ്യലൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ ഇറിഗേഷൻ, കനാൽ സിസ്റ്റം ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയണം. പിന്നെ അടുത്തത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഓഫ് ഇൻകം ആയിരുന്നു ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസ് എങ്ങനെയാണ് ഡിക്ലൈൻ ചെയ്തത്, അങ്ങനെ ഡിക്ലൈനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആർട്ടിസൻസിന്റെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇവിടെ സാമ്പത്തികമായിട്ടുള്ള ഡ്രെയിൻ സംഭവിച്ചത് എങ്ങനെയാണ്, വേൾഡ് വാറിന്റെ സമയത്തൊക്കെ ഇന്ത്യൻ എക്കോണമിയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം പറയുന്നത്. പിന്നെ അടുത്ത് വരുന്നത് ബ്രിട്ടീഷുകാരുടെ ഇൻഡസ്ട്രിയൽ പോളിസിയാണ്. അവർ പുതിയ ഇൻഡസ്ട്രീസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എങ്ങനെയാണ്, അതുമായിട്ട് ഇവിടെ വന്ന ഫാക്ടറി ആക്ടുകൾ എന്തൊക്കെയാണ്, പിന്നെ ലേബർ ട്രേഡ് യൂണിയൻ മൂവ്മെന്റ്സ് വന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, ബാങ്കിങ്, കറൻസി, റെയിൽവേ, ടെലഗ്രാഫ്, ഇങ്ങനെയുള്ള മോഡേൺ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഡെവലപ്പ് ചെയ്തു വന്നത് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ ഇത് കൂടാതെ ഇതോടൊപ്പം തന്നെ ഈ ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വന്ന ഫാമിനുകളുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കമ്മീഷൻസ്, പിന്നെ അതുപോലെ ഗവൺമെന്റിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോളിസികൾ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ട്രൈബൽ ആൻഡ് പെസന്റ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇവിടെ മൊത്തത്തിലുള്ള ഒരു സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഫാബ്രിക് തകർത്തതോട് കൂടിയിട്ട് ഇവിടെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ട്രൈബൽസിന്റെയും പെസന്റ്സിന്റെയും മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. പല പല പ്രദേശങ്ങളിലായിട്ട് ബേസിക്കലി ഒരേ റീസൺ ആണെങ്കിലും ചില സ്പെസിഫിക് റീസണോട് കൂടിയിട്ടുള്ള ട്രൈബൽ പെസന്റ് മൂവ്മെന്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഓരോ ഏരിയ തിരിച്ച് വന്നിട്ടുള്ള ഈ ഒരു ട്രൈബൽ പെസന്റ് മൂവ്മെന്റ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ നമ്മൾ അറിഞ്ഞിരിക്കണം, അവരുടെ ഈ ഒരു മൂവ്മെന്റ്സിന്റെ റീസൺ, അതുപോലെ തന്നെ ഇത് ഡിക്ലൈൻ ചെയ്യാനുള്ള റീസണും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഈ ഒരു കാലഘട്ടത്തിലുള്ള ക്രിസ്ത്യാനിറ്റിയുടെ ഇങ്ങോട്ടുള്ള വരവ് എങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഇവിടെ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ എഡ്യൂക്കേഷനിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്ത് വരുന്ന ഇന്ത്യൻ റിനൈസൻസ് ആണ്. ഈ ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷന്റെ അല്ലെങ്കിൽ വെസ്റ്റേൺ ഇമ്പാക്റ്റിന്റെ ഒക്കെ ഭാഗമായിട്ട് പല സോഷ്യോ റിലീജിയസ് റിഫോംസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സോഷ്യോ റിലീജിയസ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മൂവ്മെന്റ്സ്
മൂവ്മെന്റ്സുകളും ഓർഗനൈസേഷൻസും ഒക്കെ ഏതൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്, ഓരോ ഓർഗനൈസേഷന്റെ സ്പെസിഫിക് ആയിട്ടുള്ള മോട്ടീവ് എന്തൊക്കെയാണ്, ഇതിൽ ഈ ഒരു കാലഘട്ടത്തിൽ എമേർജ് ചെയ്തു വന്ന മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി സ്ത്രീകളുടെ ഈ ഒരു കാലഘട്ടത്തിലെ അവസ്ഥ എന്താണെന്നും അവരുടെ സമൂഹത്തിലുള്ള പൊസിഷൻ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് അറിയണം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക് പ്രിന്റിംഗ് പ്രസ് ആണ്. ഈ ന്യൂസ് പേപ്പർ ജേർണൽസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് വന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ ഏതൊക്കെ ന്യൂസ് പേപ്പേഴ്സും ജേർണൽസും ആണ് ഡെവലപ്പ് ചെയ്ത്, ആരാണ് ഇതൊക്കെ കൊണ്ടുവന്നത്, അതിൽ ഓരോ കാലഘട്ടങ്ങളിലായിട്ട് ഈ പ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം. പിന്നെ ഈ കാലഘട്ടത്തിൽ പെയിന്റിങ്, മ്യൂസിക്, പെർഫോമിംഗ് ആർട്സിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളിപ്പം നെറ്റ് എക്സാമിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. കാരണം ഈ ഡ്രാമയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചില ഫിലിംസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഈ ഒരു പെയിന്റിങ്, മ്യൂസിക്, പെർഫോമിംഗ് ആർട്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് നമ്മുടെ സിലബസിൽ ഒരു ടോപ്പിക് തന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ ഓരോ ടോപ്പിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്ത വരുന്നത് യൂണിറ്റ് 9 ആണ്. നമ്മുടെ മോഡേൺ ഇന്ത്യയുടെ ലാസ്റ്റ് പോർഷൻ ആണ് യൂണിറ്റ് 9 എന്ന് പറയുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ട് ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വരവ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ, 1885 മുതൽ 1920 വരെയുള്ള ലീഡേഴ്സിന്റെ പ്രവർത്തനങ്ങൾ, പിന്നെ സ്വദേശി സ്വരാജ് പോലുള്ള കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ളതാണ് ആ ഫസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അതിനുശേഷം മഹാത്മാഗാന്ധിയുടെ എൻട്രി, സുഭാഷ് ചന്ദ്രബോസും INA-യുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, മിഡിൽ ക്ലാസ്സിലെ നാഷണൽ മൂവ്മെന്റിനുള്ള റോള്, സ്ത്രീകൾ നാഷണൽ മൂവ്മെന്റിലുള്ള അവരുടെ പ്രവർത്തനം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ് ആണ്. ഡിപ്രസ്ഡ് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട മൂവ്മെന്റ്സും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ കമ്മ്യൂണൽ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഡെവലപ്മെന്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഫൈനലി ഇൻഡിപെൻഡൻസിലേക്കുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്, പ്രധാനപ്പെട്ട ഇവന്റുകൾ എന്തൊക്കെയാണ്, ഫൈനലി പാർട്ടീഷൻ എങ്ങനെയാണ് സംഭവിച്ചത് വരെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ഈ പാർട്ടീഷന് ശേഷം അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷമുള്ള ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചലഞ്ചസ്, അതുപോലെ തന്നെ ആ ഒരു സമയത്തുണ്ടായിരുന്ന കാശ്മീർ, ഹൈദരാബാദ്, ജുനഗഡ് പോലുള്ള ഈ പ്രിൻസിലി സ്റ്റേറ്റ്സിനെ എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തത്, BR അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആ ഒരു കാലഘട്ടത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെയായിരുന്നു, എഡ്യൂക്കേഷൻ പോളിസി എങ്ങനെയാണ് വരുന്നത്, പിന്നെ ഈ ഒരു ന്യൂലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു രാജ്യം ഡെവലപ്പ് ചെയ്തപ്പോൾ അവിടെയുള്ള എക്കണോമിക് പോളിസി എങ്ങനെയായിരുന്നു, പ്ലാനിങ്, അവിടെ ട്രൈബൽസിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അവർ പരിഹരിച്ചത്, പിന്നെ ലാംഗ്വേജിന്റെ ബേസിസിൽ എങ്ങനെയാണ് സ്റ്റേറ്റിനെ ഓർഗനൈസ് ചെയ്തത്, പിന്നെ നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസും മറ്റു രാജ്യങ്ങളും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഫോറിൻ പോളിസി എങ്ങനെയായിരുന്നു, അതിൽ പ്രധാനമായിട്ടും ചൈനയായിട്ടുള്ള പഞ്ചശീൽ പദ്ധതി, പിന്നെ പിന്നീട് 1990 ഒക്കെ ആയപ്പോഴേക്കും ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പോലുള്ള പോളിസീസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 9 വരുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും യൂണിറ്റ് 9 പറയുകയാണെങ്കിൽ 1885 INC-യുടെ ഫോർമേഷൻ തൊട്ട് ഏകദേശം 1991 കാലഘട്ടത്തിലെ ഈ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പോളിസിയുടെ കാലഘട്ടം വരെയാണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ള ഫൈനൽ യൂണിറ്റ് ആണ്, അതായത് യൂണിറ്റ് 10 എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഹിസ്റ്റോറിയോഗ്രഫി, ഹിസ്റ്റോറിക്കൽ റിസർച്ച്, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, ഇത്രയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 10 എന്ന് പറയുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ടും ഹിസ്റ്ററി എന്താണ്, അതിന്റെ ഒരു സ്കോപ്പ് എന്താണ്, പ്രാധാന്യം എന്താണ്, ഹിസ്റ്ററിയിൽ ഒബ്ജക്ടിവിറ്റി, ബയസ് പോലുള്ള കൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ ഈ ഹിസ്റ്ററിയിൽ നമ്മൾ സോഴ്സസ് ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് പല പല ഓപ്പറേഷൻസ് ഉണ്ട്, അതായത് ഹ്യൂറിസ്റ്റിക്സ്, ഹെർമനോട്ടിക്സ്, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, അതോടൊപ്പം സിന്തസിസ്, പ്രസന്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഹിസ്റ്ററിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഹിസ്റ്ററിയിലെ ഓക്സിലറി സയൻസസ്, അതായത് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് സയൻസുകൾ ഏതൊക്കെയാണ്, പിന്നെ ഈ കൊസേഷൻ, ഇമാജിനേഷൻ പോലുള്ള കൺസെപ്റ്റുകൾക്ക് ഹിസ്റ്ററിയിൽ എന്താണ് പ്രാധാന്യമുള്ളത്, റീജിയണൽ ഹിസ്റ്ററിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഇതിൽ വരുന്നത്. ഇനി അതിനുശേഷം ഈ റിസർച്ച്, ഈ മെത്തഡോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ഹിസ്റ്ററിയിൽ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു റിസർച്ച് പ്രപ്പോസൽ എഴുതുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്,
അതുപോലെ ഈ നമ്മുടെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹിസ്റ്ററി റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഡാറ്റ കളക്ഷൻ എങ്ങനെയാണ് നടത്തുന്നത്. അതിൽ പലതരം സോഴ്സസ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി, അതുപോലെ തന്നെ ഒറിജിനൽ, ട്രാൻസിറ്റ് സോഴ്സസ് ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പിന്നെ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ വന്ന പ്രധാനപ്പെട്ട ട്രെൻഡുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻസ് ആരൊക്കെയാണ്, അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണ്, പിന്നെ അവര് ഈ ഒരു ഹിസ്റ്റോറിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് ഏത് സ്കൂളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി ഹിസ്റ്ററിയിൽ ഒരു പുതിയ ടോപ്പിക് എങ്ങനെയാണ്, നമ്മൾ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, ആ ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇനി ഈ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് അനാലിസിസ് ഒക്കെ നടത്തി നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ റൈറ്റിംഗ് സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മൾ നോട്ട് നമ്മൾ റെഫറൻസിന്റെ സമയത്ത് നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നത്, റെഫറൻസ് എങ്ങനെയാണ് കൊടുക്കുന്നത്, ഫുഡ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിബ്ലിയോഗ്രഫി എന്താണ്, ഈ ഒരു തീസിസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഫാക്ടേഴ്സിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, തീസിസും അസൈൻമെന്റ് റൈറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പ്ലേജറിസം എന്ന് പറയുന്ന എന്താണ്, ആ ഒരു ആക്ട് എന്ന് പറയുന്നത് എന്താണ്, ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗിൽ ഈ ഡിസ്ഓണസ്റ്റി എന്ന് പറയുന്നത് എന്താണ് മീൻ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കും. ഇത്രയാണ് ഈ റിസർച്ച് മെത്തഡോളജിയും റിസർച്ച് മെത്തേഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്ത പ്രധാനപ്പെട്ട മേഖലയാണ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സുമായിട്ട് അല്ലെങ്കിൽ ഹിസ്റ്റോറിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതായത് വേൾഡ് കോണ്ടെക്സ്റ്റിൽ തന്നെ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ട്രെൻഡുകൾ ഏതൊക്കെയാണ്, ഓരോ കാലഘട്ടത്തിലായിട്ട് എന്തൊക്കെ സ്കൂളുകളാണ് വന്നിട്ടുള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, ആരാണ് ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. അതിൽ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ഗ്രീക്ക്, റോമൻ, ചർച്ച്, ഹിസ്റ്റോറിയോഗ്രഫി ഈ 3 സ്കൂളുകളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയണം. പിന്നീട് റിനൈസൻസ് കാലഘട്ടമായപ്പോഴേക്കും ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പിന്നീട് നെഗറ്റീവ്, പോസിറ്റീവ് സ്കൂളുകളൊക്കെ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗിൽ വന്നിട്ടുണ്ട്. പിന്നെ റാങ്കയുടെ ഒക്കെ കാലഘട്ടത്തിൽ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗിൽ ബെർലിൻ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഹിസ്റ്റോറിയോഗ്രഫിയിൽ വന്ന മറ്റൊരു സ്കൂളാണ് മാർക്സിസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത്. പിന്നെ ഓസ്വാൾഡ് സ്പെങ്ലറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തിയറിയാണ് സൈക്ലിക് മെറ്റീരിയലിസം, അതുപോലെ സൈക്ലിക് തിയറി ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ ഈ മെറ്റീരിയലിസം എന്ന് പറയുന്ന തിയറി മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിന്റെ ഒക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഫൈനലി അർണോൾഡ് ജോസഫ് ടോയിൻബിയുടെ കാലഘട്ടത്തിലെ ചലഞ്ച് റെസ്പോൺസ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ പോസ്റ്റ് മോഡേണിസം കാലഘട്ടത്തിൽ ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട ആളുകൾ ആണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഹിസ്റ്റോറിയോഗ്രഫി ഈ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻ ആയിട്ടും ഹിസ്റ്റോറിയൻസിന്റെ അവരുടെ വർക്കുകളെ ഐഡന്റിഫൈ ചെയ്യുക, ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റ് കൊണ്ട് മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 10 യൂണിറ്റുകളിലായിട്ട് നമുക്ക് നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെറ്റ് JRF എക്സാമിന് വേണ്ടിയിട്ട് കവർ ചെയ്യേണ്ട ടോപ്പിക്കുകൾ തന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇപ്പം ഓൾറെഡി നിങ്ങൾ എഴുതിയിട്ടുള്ള ആളുകളാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. എങ്കിലും നിങ്ങൾ ഇതുവരെ സിലബസ് അങ്ങനെ ഡീപ്പായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സിലബസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിലബസിൽ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ സിലബസ് ഏകദേശം ക്ലിയർ ആയി. ഇനി നമുക്ക് നോക്കേണ്ടത് എക്സാം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷത്തിൽ 2 എക്സാം ആണ്, ജൂണിലും ഡിസംബറിലും ആയിട്ടാണ് നടക്കുന്നത്. ആ എക്സാമിൽ തന്നെ 2 ഷിഫ്റ്റ് ആയിട്ടാണ് ഓരോ എക്സാംസും ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട എക്സാം നടക്കുന്നത്. അതിൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിഫറെന്റ് ആയിരിക്കുള്ളൂ, പാറ്റേൺ സെയിം ആയിരിക്കും. അപ്പൊ നമ്മളോട് നെറ്റ് എക്സാമിൽ ജനറലി ഇത്രയും കാലമായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ പാറ്റേൺസ് എങ്ങനെയൊക്കെയാണെന്ന് അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നത് ബേസിക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് നമ്മൾ ഓർത്ത് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ബേസിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.
അതായത് കൃത്യമായിട്ട് നമുക്ക് ഒരു അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ ആ കാര്യം കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്യുക, കാണാതെ പഠിക്കുക എന്നുള്ളതാണ് ആ ഒരു ബേസിക് ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മാസ് ദ ഫോളോയിങ്. 2 സെക്ഷൻസ്, ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തരും. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്ന തരത്തിൽ മാച്ച് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സെഷൻ. മൂന്നാമത്തെ എന്ന് പറയുന്നത് ക്രോണോളജി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് അതിന്റെ നടന്ന വർഷങ്ങൾ അല്ലെങ്കിൽ സംഭവിച്ച വർഷങ്ങൾ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷങ്ങൾക്കനുസരിച്ചിട്ട് അതിനെ ഒന്നെങ്കിൽ ആദ്യം തൊട്ട് അവസാനം വരെ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ ആയിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അസേർഷൻ ആയിട്ട് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തരും, അതിന്റെ റീസൺ പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തരും. അപ്പൊ നമ്മൾ ഇതിനകത്ത് കണ്ടെത്തേണ്ടത് ഒന്നാമത്തെ കാര്യം അസേർഷൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നും റീസൺ ആയിട്ട് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം ഈ റീസൺ ആയിട്ട് തന്നിട്ടുള്ളത് അസേർഷന്റെ ഒറിജിനൽ റീസൺ ആണോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ 3 പ്രോസസ് ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇനി അസേർഷൻ റീസൺ ടൈപ്പിൽ തന്നെ വേറൊരു രീതിയിലും ചോദിക്കാറുണ്ട്. അതായത് അസേർഷനും റീസണും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് അതിനകത്ത് ഈ 2 എണ്ണം കറക്റ്റ് ആണോ എന്ന് മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്, അല്ലെങ്കിൽ അസേർഷൻ റീസൺ ആർ നോട്ട് കറക്റ്റ്, അല്ലെങ്കിൽ അസേർഷൻ കറക്റ്റ് ആണ് റീസൺ തെറ്റാണ്, അല്ലെങ്കിൽ അസേർഷൻ ഫാൾസ് ആണ് റീസൺ ശരിയാണ്. ആ ഒരു രീതിയിൽ നമ്മളോട് ചോദിക്കാറുണ്ട്. ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കൊരു 3 4 അല്ലെങ്കിൽ 5 സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് തരും. ഈ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ വായിച്ചു നോക്കിയിട്ട് ഇതിനകത്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഐഡന്റിഫൈ ചെയ്യാനോ നമ്മളോട് ചോദിക്കും. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓഡ് വൺ ഔട്ട് ആണ്. ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കുറച്ചധികം ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഈ ഓപ്ഷൻസിനകത്തുനിന്ന് കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാത്ത ഒരു ഓപ്ഷനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ പറയും. ഈ ഒരു തന്നിരിക്കുന്ന ഓപ്ഷൻസിന് കോമൺ ഫാക്ടർ ഉണ്ടാവും. ആ കോമൺ ഫാക്ടറിന്റെ പെർവ്യൂവിൽ വരാത്ത ഒരു ഓപ്ഷൻ നമ്മൾ ഇതിനകത്ത് നിന്ന് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ. ഇനി ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ടുള്ള എക്സാംസിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. നമുക്ക് പേപ്പർ 1ലും കോംപ്രിഹെൻഷൻ ഉണ്ട്, നമ്മളിപ്പോ പേപ്പർ 2 ഹിസ്റ്ററിയിലും കോംപ്രിഹെൻഷൻ നമുക്ക് തരാറുണ്ട്. അപ്പൊ പേപ്പർ 1ലെ കോംപ്രിഹെൻഷനും പേപ്പർ 2ലെ കോംപ്രിഹെൻഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പേപ്പർ 1ലെ കോംപ്രിഹെൻഷൻ നമ്മൾ പ്യുവർലി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പുറത്തുനിന്ന് അറിയാമെങ്കിലും നമുക്ക് തന്നിട്ടുള്ള ആ ഒരു പാസേജിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ പേപ്പർ 1ന്റെ കോംപ്രിഹെൻഷൻ നമുക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതായത് നമുക്ക് ആ ടോപ്പിക്കിനെ പറ്റി ചിലപ്പോൾ അതിനെക്കാട്ട് കൂടുതൽ അറിവുണ്ടാവും, പക്ഷെ ആ നമ്മുടെ അറിവൊന്നും പേപ്പർ 1ലെ കോംപ്രിഹെൻഷനിൽ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ബേസിക്കലി നമ്മുടെ ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ റീഡിങ് എബിലിറ്റി, അനലിറ്റിക്കൽ എബിലിറ്റി മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ആൻസർ ചെയ്യുന്നത്. അതേസമയം പേപ്പർ 2 ഹിസ്റ്ററിയിൽ നമുക്ക് തന്നിട്ടുള്ള കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ആ ഒരു കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആ ഒരു കോംപ്രിഹെൻഷനകത്ത് ഉണ്ടാവില്ല. ചിലതൊക്കെ നമുക്ക് ചിലപ്പം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, പക്ഷെ മജോറിറ്റി ക്വസ്റ്റ്യൻസിന്റെ ആൻസർ അതിനകത്ത് ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ചില പോയിന്റ്സ് അതിനകത്ത് ഉണ്ടാവും. ആ പോയിന്റ്സിനെ ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് കോംപ്രിഹെൻസീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിയിൽ ചോദിക്കുന്നത്. അപ്പം ഇത്രയും ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മള് ഈ ഒരു ഇന്നു മുതല് I+ന്റെ ഈ ഒരു ജൂൺ 2026 ബാച്ചിലേക്കുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ ഇന്നിവിടെ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മുടെ ഈ ഒരു 6 മന്തിലേക്കുള്ള നമ്മുടെ ഒരു കോഴ്സ് പാറ്റേൺ എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചാൽ, നമ്മൾ യൂണിറ്റ് 1 യൂണിറ്റ് 2 അങ്ങനെ ആയിരിക്കത്തില്ല നമ്മുടെ ഒരു ക്ലാസ്സസ് പോകുന്നത്. നമ്മൾ കറക്റ്റ് ടോപ്പിക് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ ഓരോ ടോപ്പിക്കിനായിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സസ് എടുക്കുക. അപ്പൊ നമ്മൾ ഏൻഷ്യന്റ് ഇന്ത്യയില് സ്റ്റോൺ ഏജ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ, വേദിക് ഏജ്, ഫസ്റ്റ് ടെറിട്ടോറിയൽ സ്റ്റേറ്റ്സ്, പിന്നെ റിലീജിയസ് മൂവ്മെന്റ്സ് അതായത് ബുദ്ധിസം, ജൈനിസം, ജൈവിക പീരീഡ്, മൗര്യൻ എംപയർ, അതിനുശേഷമുള്ള പോസ്റ്റ് മൗര്യൻ പീരീഡ്, സംഘം ഏജ്, ഗുപ്ത പീരീഡ്, അതുപോലെ തന്നെ പോസ്റ്റ് ഗുപ്ത എറ. ഇത്രയും ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഏൻഷ്യന്റ് ഇന്ത്യയിൽ കവർ ചെയ്യാൻ
ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി മിഡീവൽ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏർലി മിഡീവൽ പീരീഡ്, അതിന്റെ പ്രത്യേകതകൾ, ഡൽഹി സുൽത്താനേറ്റ് പീരീഡ്, ഇനി ഡൽഹി സുൽത്താനേറ്റിന് ശേഷം വരുന്ന പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള കിങ്ഡംസ്, വിജയനഗര, ബാഹ്മിനി, അതുപോലെ തന്നെ ഡെക്കാൻ സുൽത്താനേറ്റ്സ് പീരീഡ്, സിക്കിസം, സൂഫിസം, അതുപോലെ തന്നെ അതിന്റെ കൂടെ ഭക്തി മൂവ്മെന്റും ഉണ്ട്. പിന്നെ വരുന്നത് മുഗൾ എംപയർ, മറാത്താസ്, ലേറ്റർ മുഗൾസ്, റീജിയണൽ സ്റ്റേറ്റ്സ്, അതായത് 18th സെഞ്ചുറി കാലഘട്ടത്തിൽ വരുന്ന റീജിയണൽ പവേഴ്സിന്റെ പ്രത്യേകതകൾ. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് കവർ ചെയ്യുന്നത്. ഇനി മോഡേൺ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻസിന്റെ അറൈവല്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് പീരീഡിലുള്ള അവരുടെ കൺസോളിഡേഷൻ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ട്രൈബൽ പെസന്റ് മൂവ്മെന്റ്സ്, എഡ്യൂക്കേഷന്, പ്രസ്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ജുഡീഷ്യലും ആയിട്ടുള്ള റിഫോംസ്, 1857 റിവോൾട്ട്, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ്, ഇന്ത്യൻ നാഷണലിസം 1885 തൊട്ട് 1919 വരെയുള്ള പീരീഡ്, 1919 തൊട്ട് 1927 വരെ, 1927 തൊട്ട് 1939 വരെ, 1939 തൊട്ട് 1947 വരെയുള്ള പീരീഡ്. അതിനുശേഷം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറ, പിന്നെ ഗവർണർ ജനറൽസും വൈസ് റോയ്സും, അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സ്പെഷ്യൽ സെഷൻസും ആ സെഷൻസിന്റെ പ്രസിഡൻസും. ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ മോഡേൺ ഇന്ത്യയിൽ കവർ ചെയ്യുന്നത്. ഇനി ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സിന്റെ ബിഗിനിങ്സ്, അതായത് ഓരോ കാലഘട്ടത്തിലുള്ള ഹിസ്റ്റോറിക്കൽ സ്കൂൾസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗിൽ വന്ന മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള പിന്നെ ഹിസ്റ്റോറിക്കൽ മെത്തേഡുകൾ എന്തൊക്കെയാണ്, ഓരോ ഹിസ്റ്റോറിയൻസിന്റെ അവരുടെ വർക്കുകൾ, ഓരോ ഹിസ്റ്റോറിക്കൽ തിയറികൾ, പിന്നെ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് അവരെ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നതും അത് യൂസ് ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ, പിന്നെ ഒബ്ജക്ടിവിറ്റി, ബയസ്, കോസാലിറ്റി, ഇമാജിനേഷൻ പോലുള്ള കൺസെപ്റ്റുകൾ. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സിൽ മുഴുവനായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഇത്രയും ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുക. അപ്പം ഈ നമ്മൾ തുടക്കത്തില് ഈ ക്വസ്റ്റ്യൻസ് തുടക്കത്തിൽ നമ്മൾ ഈ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഇടയ്ക്ക് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവുമെങ്കിലും നമ്മൾ കൂടുതലായിട്ടും ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനുശേഷം വൺസ് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു മന്ത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യാനാണ്. ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടക്കുക. അങ്ങനെ നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഒരു 10 to 12 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നെറ്റിന് ചോദിക്കും, പല പാറ്റേൺസിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്ന് പറഞ്ഞു. നമ്മളിപ്പം അതൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട്, ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന കുട്ടികളാണ് മെയിൻ ആയിട്ടും ഫോക്കസ് വിചാരിച്ചത്, എങ്കിലും നിങ്ങളും ഈ ഒരു ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ, എല്ലാ ടൈപ്പ് ചോദ്യങ്ങളുടെ ഓരോ എക്സാമ്പിൾസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആൻസറിനെ പറ്റി നിങ്ങൾ വറി ചെയ്യേണ്ട, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാമോ, എന്നിട്ട് ഇതിന്റെ ആൻസേഴ്സ് ഒന്ന് കമന്റ് ചെയ്യാമോ? ഞാൻ ആദ്യം തന്നെ പറയുന്നു, നിങ്ങൾ ഇതിന് ആൻസർ ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തിലൊന്നും നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ആൻസർ ചെയ്യുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യൂ. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ദ ഓതർ ഓഫ് ദ ബുക്ക് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 ഈസ്. അപ്പൊ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ സ്വാമി വിവേകാനന്ദ, അരവിന്ദോ ഘോഷ്, ഭഗത് സിംഗ്, VD സവാർക്കർ. ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ D ആണ്. നിങ്ങൾ എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്, VD സവാർക്കർ ആണ് ആൻസർ വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ബേസിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അതായത് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ളത് VD സവാർക്കർ ആണെന്ന് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. നമുക്ക് ആ ഒരു ഇത് നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ. അതിനകത്ത് നമുക്ക് കണക്ട് ചെയ്തൊന്നും നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അതൊരു ബേസിക് ലെവല് ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കോ? ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള അറേഞ്ച് ദ advent of following foreign travelers in Mughal period in ascending chronological order earliest to recent. അതായത്
ഏറ്റവും ആദ്യം വന്നത് മുതൽ അവസാനം വന്നത് വരെ എന്ന ക്രമത്തിൽ മുഗൾ കാലഘട്ടത്തിൽ വന്ന ഫോറിൻ ട്രാവലേഴ്സിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിട്ടുള്ളത് പിയട്രോ ഡെല്ലാവെല്ലെ, പീറ്റർ മുണ്ടി, വില്യം ഹോക്കിൻസ്, ജീൻ ബാപ്റ്റിസ്റ്റ് ട്രാവനിയർ. ഇത്ര ഓപ്ഷൻസ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ ABCD, BADC, CABD, CBAD. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 3 CABD ആണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വില്യം ഹോക്കിൻസ് എന്ന് പറയുന്നത് 1608 തൊട്ട് 1611 വരെയുള്ള പീരീഡിൽ ശരിക്കും പറഞ്ഞാൽ ജഹാംഗീറിന്റെ കോർട്ടിൽ 1608 അദ്ദേഹം വരുന്നത്. അപ്പൊ അദ്ദേഹമാണ് ആദ്യം വരുന്നത്. അതിനുശേഷമാണ് പിയട്ര ഡെല്ലാവെല്ലെ 1623 തൊട്ട് 24 വരെയുള്ള കാലഘട്ടത്തിൽ ജഹാംഗീറിന്റെ കാലഘട്ടത്തിൽ 1623 അദ്ദേഹം സൂററ്റില് വരുന്നത്. ഇനി അതിനുശേഷമാണ് പീറ്റർ മുണ്ടി വരുന്നത്. 1628 മുതൽ 1634 വരെയാണ് അദ്ദേഹത്തിന്റെ പീരീഡ്. ഷാജഹാന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ അദ്ദേഹമാണ് മൂന്നാമതായിട്ട് ഈ ലിസ്റ്റിൽ വരുന്നത്. ഇനി ഏറ്റവും അവസാനം വരുന്നത് ജീൻ ബാപ്റ്റിസ്റ്റ് ട്രാവനിയർ ആണ്. അദ്ദേഹത്തിന്റെ പീരീഡ് 1638 തൊട്ട് 1663 വരെയാണ്. അദ്ദേഹം ശരിക്കും ഷാജഹാന്റെ പീരീഡിലും അതുപോലെ തന്നെ ഔറംഗസീബിന്റെ പീരീഡിലുമായിട്ട് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 6 തവണ ഇന്ത്യ വിസിറ്റ് ചെയ്ത ഒരു ഫ്രഞ്ച് മർച്ചന്റ് ആണ് ട്രാവനിയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓർഡർ നോക്കുകയാണെങ്കിൽ വില്യം ഹോക്കിൻസ്, പിയട്ര ഡെല്ലാവെല്ലെ, പീറ്റർ മുണ്ടി, ജീൻ ബാപ്റ്റിസ്റ്റ് ട്രാവനിയർ. അപ്പോ CABD ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 നമുക്ക് കുറച്ച് പേരുകളാണ്, ഡൈനാസ്റ്റീസുമായിട്ട് ബന്ധപ്പെട്ട പേരുകളാണ് തന്നിട്ടുള്ളത്. ലിസ്റ്റ് 2 അവരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏരിയാസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലിസ്റ്റ് 1 കുരൂസ്, ഇക്ഷ്വാകൂസ്, വിദർഭാസ്, ഹൈക്കയാസ്. ഇനി ലിസ്റ്റ് 2 കോസല ആൻഡ് അയോധ്യ, സൗത്ത് വേർഡ്, പാഞ്ചാല, സെൻട്രൽ ഇന്ത്യ, മാൾവ, ഗുജറാത്ത്. അപ്പം ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ A3, B1, C2 ആൻഡ് D4. അപ്പൊ നമുക്ക് നോക്കാം. കുരൂസ് എന്ന് പറഞ്ഞാൽ പാഞ്ചാല റീജിയനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഡൽഹി, ഹരിയാന, വെസ്റ്റേൺ UPയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. ആ ഒരു പ്രദേശത്തിലാണ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് വരുന്ന ഇഷ്വാക്കൂസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും കോസല, അയോധ്യ റീജിയനിലാണ് അവര് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത് വരുന്ന വിദർഭാസ് എന്ന് പറയുന്ന സൗത്ത് വേർഡ് റീജിയനിലാണ് ഉള്ളത്. ഹൈഹയാസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇന്ത്യ, മാൾവ, ഗുജറാത്തിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓരോ ഡൈനാസ്റ്റീസും അവർ ഏത് ഏരിയയിലാണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഇതൊരു മാച്ച് ദ ഫോളോയിങ്ങിന് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യന് എടുത്തതേ ഉള്ളൂ. നമ്മൾ ഡൈനാസ്റ്റീസ് പഠിക്കുമ്പോൾ അവരുടെ ഏരിയ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കിക്കോളൂ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാരും പെട്ടെന്ന് ആൻസർ ചെയ്യോ? നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ഓൾ ആർ ട്രൂ. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേറെ രീതിയിലും ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ഓൾ ആർ നോട്ട് ട്രൂ എന്നും ചോദിക്കാറുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഇപ്പൊ നമ്മളോട് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ഏർലി മിഡീവൽ സൗത്ത് ഇന്ത്യൻ വില്ലേജ് ലൈഫ് വാസ് ഊർ. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഒരു സൗത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഊർ എന്ന് പറയുന്ന ഒരു വില്ലേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോമൺ അല്ലെങ്കിൽ ഒരു ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതെന്ന് പറയുന്നത് നോൺ ബ്രാഹ്മണിക്കൽ ആയിട്ടുള്ള വില്ലേജ് സെറ്റിൽമെന്റിനെയാണ് നമ്മൾ ഊർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഊർ സൈമൾട്ടേനിയസ്ലി റെഫേഴ്സ് ടു ദ വില്ലേജസ് ദംസെൽസ് ആസ് വെൽ ആസ് ടു ദ വില്ലേജ് അസംബ്ലീസ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഊർ എന്ന് പറഞ്ഞാൽ നമ്മൾ വില്ലേജസിനെയും ഊർ എന്ന് വിളിക്കും. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വില്ലേജ് അസംബ്ലികളെ നമ്മൾ ഊർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ഊർ വാസ് നോ ബ്രഹ്മദയ വില്ലേജ്. കറക്റ്റ് ആണ്. ഊർ എന്ന് പറഞ്ഞാൽ നോർമൽ നോൺ ബ്രാഹ്മണിക്കൽ ആയിട്ടുള്ള വില്ലേജ് സെറ്റിൽമെന്റ്സിനെയാണ് നമ്മൾ ഊർ എന്ന് വിളിക്കുന്നത്. ബ്രഹ്മദയ വില്ലേജ് എന്ന് പറഞ്ഞാൽ പ്യുവർലി ബ്രാഹ്മിൺസിന് കൊടുക്കുന്ന, അവർക്ക് ഗ്രാൻഡ് ആയിട്ട് കൊടുക്കുന്ന ലാൻഡുകളെയാണ് നമ്മൾ ബ്രഹ്മദയ വില്ലേജ് എന്ന് പറയുന്നത്. അപ്പോ ഊർ എന്ന് പറയുന്നത് ബ്രഹ്മദയ വില്ലേജ് അല്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ബോഡീസ് സച്ച് ആസ് നാഡു, സഭ, നഗരം ഹാഡ് നത്തിങ് ടു ഡു വിത്ത് ദ അസസ്മെന്റ് ആൻഡ് കളക്ഷൻ ഓഫ് റവന്യൂ. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നാഡു, സഭ,
എന്നൊക്കെ പറയുന്ന നഗരം എന്നൊക്കെ പറയുന്നത് ഈ നാടു എന്ന് പറയുന്നത് റീജിയണൽ അസംബ്ലി, സഭ എന്ന് പറയുന്നത് ബ്രാഹ്മിൺസിന്റെ അസംബ്ലി, നഗരം എന്ന് പറയുന്നത് മെർച്ചന്റ് അസംബ്ലിയാണ്. ഇവർ മൂന്ന് പേർക്കും അവരുടേതായ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഏരിയാസിലുള്ള റവന്യൂ കളക്ഷൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ റവന്യൂ അസസ്മെന്റ് എന്ന് പറയുന്നതും അവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ 3 A, B, C. എയും ബിയും സിയും ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഡി റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സമയം കുറച്ച് വൈകിയത് കൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കുകയാണ്. അപ്പൊ നമുക്ക് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അസേർഷൻ ആയിട്ട് തന്നിട്ടുള്ളത് പാലി ലാംഗ്വേജ് വിച്ച് വാസ് വൺ ലിമിറ്റഡ് ടു സർട്ടൺ ഏരിയാസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ ഡ്യൂറിംഗ് ബുദ്ധിസ്റ്റ് പീരീഡ് ബിക്കേം മോർ പോപ്പുലർ. റീസൺ ആയിട്ട് തന്നിട്ടുള്ളത് ബുദ്ധ അഡോപ്റ്റഡ് പാലി ഫോർ ഹിസ് വർക്ക് സെയിങ് പാലി ധർമാനുശാസനം. അപ്പൊ അസേർഷൻ പറഞ്ഞിട്ടുള്ളത് ചില ഏരിയസ് ഈസ്റ്റ് ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാലി ലാംഗ്വേജ് ബുദ്ധിസ്റ്റ് കാലഘട്ടം ആയപ്പോഴേക്കും കുറച്ചുകൂടി പോപ്പുലറായി. അത് വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ ഈസ്റ്റേൺ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ മാത്രമേ പാലി ലാംഗ്വേജ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബുദ്ധന്റെ ടീച്ചിങ്സ് ഒക്കെ വന്നപ്പോഴേ അദ്ദേഹം മെയിൻ ആയിട്ടും പാലി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പാലി ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ പാലി ലാംഗ്വേജും കുറച്ചുകൂടി പോപ്പുലറായി. ഇനി റീസൺ തന്നിട്ടുള്ള ബുദ്ധ അഡോപ്റ്റഡ് പാലി ഫോർ ഹിസ് വർക്ക് സെയിം പാലി ധർമാനുശാസനം. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബുദ്ധൻ തന്റെ വർക്കുകൾക്കൊക്കെ പാലി ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസസിന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പാലി ലാംഗ്വേജ് ഉപയോഗിച്ചിരുന്നത്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാലി ധർമാനുശാസനം എന്നാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണെന്ന് മാത്രമല്ല, ബുദ്ധൻ പാലി ലാംഗ്വേജ് വർക്സിന് വേണ്ടി ഉപയോഗിച്ചത് കൊണ്ടാണ് അതൊരു പോപ്പുലർ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റ് ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതാണ് ആൻസർ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. ഇത് ഓഡ് ടേം ഐഡന്റിഫൈ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ചൂർണി എന്ന് പറയുന്നത് ഒരു റിവർ ആണ്. അപ്പൊ ഇതാണ് ഓഡ് ടേം ഐഡന്റിഫൈ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യന് ഇങ്ങനെയാണ് വരിക. ഇനി ഇതൊക്കെ ഹിസ്റ്റോറിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതും കറക്റ്റ് ഈ എന്താ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അപ്പം ഏകദേശം ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ഒരു മോഡല് നമ്മൾ നോക്കി. ഇനി വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നോക്കും. അപ്പൊ നിങ്ങൾ നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം, ഈ 3 മാപ്പുകൾ, അതായത് ഇന്ത്യയുടെ സ്റ്റേറ്റ്സിന്റെ മാപ്പ്, അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള, അതായത് ഹിമാലയാസ്, ഡെക്കാൻ പ്ലേറ്റോസിന്റെ ഒക്കെ പൊസിഷൻ വരുന്ന മാപ്പ്, പിന്നെ റിവേഴ്സിന്റെ മാപ്പ്, ഈ 3 മാപ്പും നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. ഇതിനെ പറ്റിയിട്ടുള്ള ഐഡിയ, അതായത് ഏതെങ്കിലും നമ്മളിപ്പോ ഒരു പ്രദേശം വരാണ്, അത് ഏത് റിവറിന്റെ തീരത്താണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഏത് മൗണ്ടന്റെ ആയിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്, ഏത് സ്റ്റേറ്റിലാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അപ്പൊ ഈ 3 മാപ്പുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. നമ്മൾ ഇനി അങ്ങോട്ടുള്ള പ്രിപ്പറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 മാപ്പുകളാണ് ഇത്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് നമുക്ക് നല്ല ഐഡിയ ഉണ്ടാവണം. ഇനി എനിക്ക് ജനറൽ ആയിട്ട് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന നെറ്റ് JRF എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം ബുക്സ് റെഫർ ചെയ്തു, അല്ലെങ്കിൽ എത്രത്തോളം ബുക്സിനകത്തു നിന്നുള്ള കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം ക്ലിയർ ആണ് എന്നുള്ളതാണ് നമ്മളെ ഈ ഒരു എക്സാമിന്റെ സക്സസിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും ടൈം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അഡീഷണൽ ബുക്സ് വായിക്കണമെങ്കിൽ വായിക്കാം, അതിനൊന്നും തെറ്റില്ല. പക്ഷേ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല തറവാകുക, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. അതാണ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. നിങ്ങളോട് എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റണം. അതാണ് ഈ ഒരു എക്സാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ കഴിഞ്ഞ എക്സാം എഴുതിയ
ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുള്ള മജോറിറ്റി ക്വസ്റ്റ്യൻസ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് കട്ട് ഓഫ് അത്ര കൂടുതലായിട്ട് വന്നത്. ഇതുവരെ അത്രയും വലിയ കട്ട് ഓഫ് വന്നിട്ടില്ല. അപ്പം അത് വന്ന് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിരുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ സത്യം പറഞ്ഞാൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് ചോദിച്ചിട്ടുള്ളൂ. അപ്പോ ആ ഒരു ബേസ് കറക്റ്റ് ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം. അതുപോലെ ഈ ഒരു എല്ലാ ടോപ്പിക്സുകളും ഫോളോ ചെയ്ത് കൃത്യമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ച് അതുപോലെ തന്നെ എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തുടക്കത്തിൽ തന്നെ കുറെ എണ്ണം ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ടോപ്പിക്ക് പഠിച്ച് അതിന്റെ ബേസിക് നല്ലപോലെ പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്താലേ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ചോദിച്ചതെന്നുള്ളത് ബേസിക് ഐഡിയ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഫുള്ള് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് തുടർന്ന് കാണാം. നമുക്ക് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ ആയിരിക്കും ക്ലാസ് വരിക. 8:30 to 9:30 ആയിരിക്കും ക്ലാസ് വരിക. അപ്പം എല്ലാവരെയും ക്ലാസ്സിൽ കാണാം. അപ്പം ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ക്ലിയർ ആയി, എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു. ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഓൺലൈൻ കോഴ്സ് ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഓഫീസിൽ ഒന്ന് ചോദിക്കോ. ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ കോഴ്സിനെ പറ്റി എനിക്ക് അത്ര അറിയില്ല. അപ്പൊ അതൊന്ന് ഓഫീസിൽ ഒന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ പറയണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ് സെറ്റ് അല്ലേ? കുറെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് എനിക്കിവിടെ ഉണ്ട്. രജനിയൊക്കെ എനിക്ക് അറിയാം, എന്റെ പ്രീവിയസ് ബാച്ചിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു.